The number you are trying to call is currently not reachable. Please try again later. അമ്മച്ചി അവളിതവിടെ പോയി വിളിക്കായിരിക്കും. ഉമ്മ പാത്തു പാത്തു എന്തെടുക്കോ നീ? എന്റെ നാട്ടു. ഓ സോറി, ചാവാൻ പോവായിരുന്നോ? ഞാൻ ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ, അപ്പൊ പോയിക്കോളാം. അല്ല, ഇതിന് മൂർച്ചയൊക്കെ ഉണ്ടോ? വെച്ച് മുറിച്ചാ നീ ചാവോ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ താഴെ പോയി നല്ലൊരു കത്തി എടുത്തിട്ട് വരാം. ഇങ്ങനെ ചാവാൻ മാത്രം എന്ത് കാരണം നിൽക്കണ്ടേ? പാത്തു നീ കരയാതെ. ഉപ്പയോട് ഉമ്മയോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നീ എന്നോട് പറ, നമുക്ക് സോൾവ് ചെയ്യാം. ഇതങ്ങനെ സോൾവ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 2 ദിവസമായി നീ ക്ലാസ്സിൽ വരുന്നില്ല. ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് പ്രശ്നം നിനക്കുള്ളേ? എടി, എന്റെ ഫോട്ടോ മൂവ് ചെയ്തു. ഇത് സത്യമായിട്ടും ഞാനല്ല. ഓൻ എന്റെ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്നോലും എനിക്കറിയില്ല. ഓൻ പറഞ്ഞ സ്ഥലത്തുനിന്ന് ചെന്നില്ലെങ്കിൽ ഇത് ലീക്കാക്കൂന്നാ പറഞ്ഞേക്കണേ. ഓൻ പറഞ്ഞ സമയം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കണ്ടോ? ഇത് പുറത്തു വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെ പുറത്തിറങ്ങി കിടക്കും? എനിക്ക് പേടിയാവുക. എൻ്റെ ഉമ്മ വാപ്പ അറിഞ്ഞ എന്നെ കൊന്നിട്ട് ഓരും ചാവും. അതുകൊണ്ട് നീ ചാവണം, അതുകൊണ്ട് എല്ലാ പ്രശ്നവും തീരുമോ? എനിക്ക് അറിഞ്ഞൂടാ, എനിക്കത് വട്ടുപിടിക്കും. സ്വയം അങ്ങ് ഇല്ലാതാക്കാൻ വിചാരിച്ചല്ലേ? ഏതൊരു തെമ്മാടി ഇങ്ങനെ ചെയ്തതിന് നീ എന്തിനാ ചാവണേ? പിന്നെ ഞാൻ എന്താണ് ചെയ്യണ്ടേ? നല്ല ധൈര്യമായിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം. കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്തിനാ? എന്റെ ജീവിതം തീർന്നില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഓന് എന്ത് സന്തോഷമാണ് കിട്ടുന്നേ? മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നതാ ഇമ്മയുടെ ഒക്കെ സന്തോഷം. ഓന്റെ പെരയിലെ പെണ്ണുങ്ങളോടും ഓൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ കാണിക്കണേ? ആർക്കറിയാം, സ്വന്തം വീട്ടിലുള്ളവരെ വരെ പീഡിപ്പിക്കുന്ന വാർത്ത നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. പിന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ കംപ്ലൈന്റ് കൊടുക്കണ്ട, നിന്റെ ജീവിതം തീർന്നു എന്നൊക്കെ. ഒരുത്ത തൊട്ടാലോ എന്തെങ്കിലും പോക്രിത്തരം കാണിച്ചാലോ അതോടെ നമ്മുടെ ജീവിതം തീരുന്നില്ല. അതാദ്യം നീ മനസ്സിലാക്കണം. എടി, പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാതെ പോയി ആത്മഹത്യ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം. ഇവന്മാരുടെ അടുത്ത് ഒരു പ്രാവശ്യം നമ്മൾ പ്രതികരിച്ചാൽ മതി, അതോടെ തീരും അവൻ്റെ ഒക്കെ സൂക്കേട്. നമ്മളൊക്കെ എന്ത് ചെയ്താലും ഒരു കാര്യമില്ലടി. 2 ദിവസം കഴിയുമ്പോൾ ഇവന്മാര് പുറത്തിറങ്ങും. നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ കുറച്ച് മാറാനുണ്ട്. എന്ന് വെച്ചാൽ അത് മാറുന്നവരെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? നീ മരിച്ച അതിന്റെ നഷ്ടം നിനക്ക് മാത്രമോ? ഇവന്മാർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരുങ്ങിയ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോവാം. എടി, എനിക്ക് അതിനൊന്നുള്ള ധൈര്യമില്ല. ആത്മഹത്യ ചെയ്യാൻ പോയതല്ലേ, അതിന്റെ പകുതി ധൈര്യം മതി കംപ്ലൈന്റ് കൊടുക്കാൻ. എന്നാലും ഇത് ആരായിരിക്കും? നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അത്
കുറച്ചു കാലം നിന്റെ പുറകെ ഒരുത്ത നടന്നിട്ടുണ്ടായിരുന്നില്ലേ? നീ അവനാവോ? എനിക്കറിയില്ലടി. ചിലപ്പോ അവനാവും. ചിലവന്മാരുണ്ട് നോ പറഞ്ഞ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്താൽ നമ്മുടെ ഫോട്ടോ എടുത്ത് മോർഫിന്ന് നാട്ടുകാർക്ക് മുഴുവനായി, അല്ലെങ്കിൽ ആക്സിഡന്റ് അറ്റാക്ക്, അതും അല്ലെങ്കിൽ കൊത്തിക്കുത്ത്. ഇവനൊക്കെ സംബന്ധിച്ച് ഇതാണ് ട്രൂ ലവ്. ഇവാ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലെങ്കിൽ ആ ഫോൺ ഓഫ് ചെയ്ത് ഇവിടെ ഇരുന്നു. പിന്നെ ചാവാൻ തോന്നുവാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിലും ഭേദം ചാവുന്നു. എടി നമുക്ക് പോവാം, ഞാൻ റെഡിയാ. ശരി, ആദ്യം ഉപ്പയോട് ഉമ്മയോട് സംസാരിക്കാൻ പറ്റും. എടി അവരോട് പറഞ്ഞ എന്നെ ഒന്നും പറയില്ല. നിന്നെ ആദ്യം മനസ്സിലാക്കണത് നിന്റെ സ്വന്തം പാരൻസാ. അവർക്ക് നിന്റെ സിറ്റുവേഷൻ മനസ്സിലാവും. വാ എഴുന്നേക്ക് പോവാം.